Dear students, now we are starting our 6th sem. First portion is continuous functions. First we can go through continuous functions on intervals. Interval എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം അതിന് ആദ്യം തന്നെ നമ്മൾ ബൗണ്ടഡ് ഫങ്ഷൻസിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ റിയൽ നമ്പേഴ്സ് ആണ് ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൊമൈനും ഉണ്ടാവും റേഞ്ചും ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുകയാണ്. ആ സെറ്റ് എങ്ങനെ എടുക്കുകയാണ്, സബ്സെറ്റ് ഓഫ് ആർ ആയിട്ട് എടുക്കുകയാണ്. എ ഈസ് എ ഫങ്ഷൻ which is a subset of R and the function is defined on A എന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതാം, suppose that a function f is from A to R where A is a subset of R. Okay. ഇനി ഞാൻ പറയാണ്, then f is said to be bounded on A. അതായത് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇന്റർവെൽ 1 2 3 4 അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 1 അങ്ങനെ പറഞ്ഞൊരു ഇന്റർവെൽ ആണ് എ എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സിന്റെ ഉള്ളിലാണ് എ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഇന്റർവെല്ലാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദിസ് സെറ്റ് എ. എഫ് എയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫങ്ഷൻ ബൗണ്ടഡ് ആവണമെങ്കിൽ എന്ത് വേണം, ആ ഫംഗ്ഷന്റെ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ ആയിരിക്കണം. മനസ്സിലായോ? എന്താണ് ഫംഗ്ഷൻ ഈ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെങ്കിൽ എന്ത് വേണം, എഫ് എക്സ് വാല്യൂസ് അല്ലെ, ഫംഗ്ഷൻ വാല്യൂസ് എന്ത് വേണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ ആയിരിക്കണം വെൻ ആ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എ. f is said to be bounded on A if there exists a constant m greater than 0 such that എന്ത് പറയാം നമുക്ക്, modulus of fx is less than or equal to m for all x belongs to A. എയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ശരി എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഓൺ എ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ എവിടുത്തെ എങ്ങോട്ടാ പോകുന്നത്, എയിൽ നിന്നും ആറിലോട്ടാണ്. അപ്പൊ റേഞ്ച് എന്താണ്, റേഞ്ച് എ ആറാണ് അല്ലേ. ദ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഓൺ എ സെറ്റ്. അപ്പൊ നമുക്ക് പറയാം എ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഓൺ എ സെറ്റ് ഇഫ് ഇറ്റ്സ് റേഞ്ച് ഇസ് എ ബൗണ്ടഡ് സെറ്റ് ഇൻ ആർ ആയിരിക്കണം. നോക്കൂ, റേഞ്ച് നമുക്ക് ഇതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, മോഡുലസ് ഓഫ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഈ എഫ് ഓഫ് എക്സുകളെല്ലാം അല്ലെ, എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ എ. സോ എഫ് ഓഫ് എക്സുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ എഫ് ഓഫ് എക്സുകളെല്ലാം ബൗണ്ടഡ് സെറ്റ് ഇൻ ആർ ആയിരിക്കണം. എഫ് ഓഫ് എക്സുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. അപ്പൊ വേറെ രീതിയിൽ പറയാണ്, ദ ഫംഗ്ഷൻ is bounded on a set if its range is a bounded set in R. Range is a bounded set in R ആയിരിക്കണം. ഇനി ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്, when function is not bounded. ബൗണ്ടഡ് അല്ലാത്തപ്പോഴാണ് നമ്മൾ അൺബൗണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺബൗണ്ടഡ് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിക്കണം,
to show that f is not bounded. Not bounded എന്നുള്ളത് എന്ത് നമുക്ക് പറയാം? അൺബൗണ്ടഡ് ആവണമെങ്കിൽ എന്ത് വേണം? We have to show that given any real number m greater than 0 there exists ഒരു point xm belongs to a such that എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് എക്സ് എം അല്ലേ? ഒരു പോയിന്റ് എക്സ് എം എടുത്തു എന്ന് വിചാരിക്കുക എയിൽ. മോഡുലസ് ഓഫ് എഫ് എക്സ് എം എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ എം ആയിരിക്കണം. ഗിവൺ എനി റിയൽ നമ്പർ എം ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് എം ബിലോങ്സ് ടു ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും എയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ എക്സ് എം എടുക്കുകയാണ്. ആ ഏതെങ്കിലും ഒരു പോയിന്റിൽ മോഡുലസ് ഓഫ് എഫ് എക്സ് എം എടുക്കുമ്പോൾ എന്ത് വേണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അതിന് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ, എഫ് ഫ്രം നെഗറ്റീവ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -2 to 2 ആറിലോട്ട് -2 to 2 ആറിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെങ്കിൽ 2x² + 3x + 1. നോക്കൂ, എഫ് ഓഫ് -2 എന്താ വരിക? നമുക്ക് 2 × -2² എന്താണ്? 4 + 3 × -2 -6 + 1 വരും അല്ലേ? 8 - 6 + 1 വരും. 9 - 6 എന്താ വരിക? 3 എന്ന് വരും. എഫ് ഓഫ് 2 എന്താ വരിക? 8 + 6 + 1 അല്ലേ? എഫ് ഓഫ് 2 2 × 2² ഈ 2 4 8 + 3 × 2 6 + 1 വരും. അപ്പൊ എന്താ പറയാ? 15 എന്ന് വരും അല്ലേ? അപ്പൊ 15 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? അപ്പൊ ഈ 2 കേസിൽ നോക്കൂ. ഇനി അടുത്ത -1 ഏതെടുത്താലും എന്ത് വരും? -1 ഒക്കെ എടുത്താൽ എന്ത് വരും? 2 × -1² അല്ലേ? + 3 × -1 + 1 എന്ന് വരും. അതായത് 2 - 3 + 1 എന്ന് വരും. 0 എന്ന് വരും. 1 എടുത്താൽ എന്ത് വരും? 2 × 1 + 3 + 1 എന്ന് വരും. 6 എന്ന് വരും. 0 ഇട്ട് എന്ത് വരും? 1 എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തിനേക്കാൾ ചെറുതായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ -2 to 2. അപ്പൊ എന്ത് പറയാം നമുക്ക്? therefore എഫ് എക്സ് ഈസ് ബൗണ്ടഡ് ഓൺ ദിസ് ഇന്റർവൽ -2 to 2 എന്ന് പറയാൻ പറ്റും. ബട്ട് ഇനി വേറൊരു ഇന്റർവെൽ എടുത്തു വിചാരിക്കാം. അൺബൗണ്ടഡ് സെറ്റ് എടുത്തു എങ്കിൽ ബൗണ്ടഡ്, ഇതിപ്പോ ബൗണ്ടഡ് സെറ്റ് ആണ്. 0 ∞ അങ്ങനെയൊക്കെ ഞാൻ എടുത്തു എങ്കിൽ എന്ത് പറയാം നമുക്ക്? ∞, 0 ∞ എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? 0 ∞ ഇങ്ങനെ എടുത്തുവെങ്കിലോ എഫ് എക്സ് ബൗണ്ടഡ് ആണോ? ഈ ഇതാണ് ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ഇതിലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എഫ് എക്സ് എന്ന് പറയുന്നത് 2x² + 3x + 1 ആണെങ്കിൽ എന്ത് പറയാം? എനിക്ക് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ സം നമ്പർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? then f is then അല്ല f is not bounded on a non-bounded set. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ, സൈൻ എക്സ് എടുക്കുകയാണെങ്കിൽ ഇനി സൈൻ്റെ ഏത് വാല്യൂ എടുത്താലും -∞ തൊട്ട് ∞ വരെയുള്ള ഏത് വാല്യൂ
എടുത്താലും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും സൈൻ എക്സിന്റെ വാല്യൂ എന്തിനാ ഒന്നിലോ +1 -1 ഇടയ്ക്കേ കിടക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് സൈൻ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ, ഫോർ ഓൾ എക്സ് ഇൻ -∞ +∞ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് എഫ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0 to R be defined by fx equal to 1/x എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തു വിചാരിക്കാം. Then for any m greater than 0 എടുക്കുകയാണെങ്കിൽ എക്സം എന്നുള്ളത് ഞാൻ എന്തെടുത്തു, 1/m+1 എന്നെടുത്തു വിചാരിക്കാം, വിച്ച് ബിലോങ്സ് ടു ദ ഓപ്പൺ ഇന്റർവൽ 0m which belongs to the open interval 0m അല്ല ഇവിടെ എഴുതാം കേട്ടോ, which belongs to xm belongs to the open interval 0 then fxm എന്താ വരിക, fxm എന്ന് വെച്ചാൽ fx 1/x, അപ്പൊ fxm എന്ന് വെച്ചാൽ 1/x, xm എന്താണ് 1/m+1 അല്ലെ, 1/1/m+1 എന്ന് വരുമ്പോൾ എന്ത് വരും നമുക്ക് m+1 which is greater than m ആയിരിക്കും. therefore നമുക്ക് പറയാൻ എന്താണ്, f is not bounded on open interval 0 പിന്നെ നമുക്ക് അല്ലേ 0 എന്ന് വെച്ചാൽ m+1 ഈസ് എപ്പോഴും നോക്കൂ, ദിസ് ഈസ് m+1 എപ്പോഴും എമ്മിനേക്കാൾ കൂടുതലല്ലേ, അപ്പൊ ബൗണ്ടഡ് ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ സം നമ്പർ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്, ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ്, f is not bounded on the open interval 0 ഇതേപോലെ തന്നെ നമുക്ക് പറയാം f is not bounded on the open interval 0 also. 0 ഇതേപോലെ നമുക്ക് എന്ത് പറയാം, 0 എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 1/x എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ സം നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ ദ ഓപ്പൺ ഇന്റർവൽ 0 ഓൾസോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശരി, ബാക്കി അടുത്ത ക്ലാസ്സിലാകും കേട്ടോ.